വിഷുവായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അതെ, നേരത്തെ ഞാൻ പറഞ്ഞ ഉണ്ണിയുടെ കഥ, വിഷു കാണിക്കൊന്നയുടെ കഥ അല്ലേ, ഒത്തിരി അധികം ഐതിഹ്യങ്ങളുണ്ട്. ഇപ്പോൾ ശരിക്കും എന്താണ് ഈ വിഷു എന്ന് പറഞ്ഞാൽ ഈ ഒരു സൗത്ത് ഇന്ത്യക്കാർ ആഘോഷിക്കാനുള്ള മറ്റൊരു കാരണം രാവണന് ഒത്തിരി അധികം പവേഴ്സ് കിട്ടി. രാവണൻ ബ്രഹ്മാവിനൊക്കെ ആയിരുന്നു ആദ്യം പൂജിച്ച്, ഒത്തിരി അധികം പവേഴ്സ് രാവണന്റെ കയ്യിൽ കിട്ടി. അപ്പോൾ രാവണൻ അതിൻ്റെ ആ ഒരു രാക്ഷസ രാജാവിൻ്റെ ആ ഒരു അഹങ്കാരം കൊണ്ട് രാവണൻ ഇടയ്ക്ക് കുറെ കാലം എല്ലാവരെയും ടെററൈസ് ചെയ്തിരുന്നു. അതായത് മലമുകളിൽ ചെന്ന് മലേനെ ഒരു ഒറ്റ വിരൽ കൊണ്ട് കുത്തി മല പിളർക്കുകയും, അതീവ ശക്തനായിരുന്നു രാവണൻ. മല പിളർക്കുകയും ഇതുപോലെ കടല് മദനം ചെയ്യുകയും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് ഇങ്ങനെ അസുര പ്രവൃത്തികൾ പവർ ഇങ്ങനെ എല്ലാവരെയും കാണിക്കുമായിരുന്നു. അപ്പൊ ഇതിന്റെ ഇടയിൽ സൂര്യൻ ഉദിക്കുന്ന കണ്ടിട്ട് രാവണൻ പറഞ്ഞു, വേണ്ട, എനിക്ക് സൂര്യൻ ഉദിക്കണ്ട എന്ന് പറഞ്ഞിട്ട് സൂര്യന്റെ ആ ഉദയം, കിഴക്ക് നിന്നുള്ള സൂര്യന്റെ ഉദയം തടസ്സം നിർത്തിച്ചു. ഇനി മേലാൽ നീ ഉദിക്കരുതെന്ന് പറഞ്ഞാൽ സൂര്യനും ഒരു താക്കീത് കൊടുത്തു. അങ്ങനെ രാവണൻ മരിച്ചതിന് ശേഷം, രാവണൻ മരിക്കുന്നതാണല്ലോ ദീപാവലി, അതിനുശേഷം പതുക്കെ സൂര്യൻ ഉദിച്ചു തുടങ്ങിയതാണ് വിഷു ആഘോഷിക്കുന്നത്. അതെ, അപ്പൊ ഒരുപാട് രസകരമായ കഥകളല്ലേ. അതെ അതെ, സൂര്യനെ തിരിച്ചു കിട്ടി തുടങ്ങിയതും ഒക്കെയാണ് നമ്മുടെ ഒരു മറ്റൊരു വിഷു ഐതിഹ്യം. ഇനി കൂടുതൽ കഥകളുണ്ട്. പറയുന്ന ഇടയ്ക്ക് ഒരു ജ്യോതിഷ പങ്ക്തിയിലേക്കും കൂടെ ഒന്ന് പോയി തിരികെ വരാം. അതെ അതെ. അടുത്ത സെഗ്മെന്റ് പ്രണവം. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ഇപ്പോൾ പലയിടത്തും ചർച്ചാ വിഷയമായിട്ടുള്ളൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഒരു ബ്രാഹ്മണൻ എന്താണ്, ബ്രാഹ്മണ്യം എന്താണ്, ഇതിൻ്റെ ഒരു പ്രസക്തി എന്താണ്, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? അതായത് ഇത് വളരെ ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള ചോദ്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതായത് ജന്മബ്രാഹ്മണൻ അല്ലെങ്കിൽ ബ്രാഹ്മണൻ എന്ന് പറയുന്ന വിഭാഗം വെറുതെ 2 പൂവെടുത്തിട്ട് കഴിഞ്ഞാലും പൂജ ഫലിക്കും, അങ്ങനെയാണ് ഇന്നത്തെ പല ജനങ്ങളുടെ ഒരു ധാരണയാണ്. അതായത് ബ്രാഹ്മണർ എന്ന് പറയുന്ന വിഭാഗക്കാർ വെറുതെ വിളക്ക് വെച്ചിട്ട് 4 പൂവെടുത്തിട്ട് കഴിഞ്ഞാലും അത് ഫലിച്ചിരിക്കും, അങ്ങനെയാണ് ഇന്നത്തെ ഈ സമൂഹം അറിയപ്പെടുന്നതും. അതേപോലെ തന്നെ ജ്യോത്സ്യന്മാരും ധരിച്ചു വച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതായത് ഈ ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു പ്രാധാന്യത്തിലേക്ക് വരുമ്പോൾ ജ്യോത്സ്യന്മാർക്ക് ഇതിൽ വളരെ പങ്കുണ്ട്. കാരണം പല ജ്യോത്സ്യന്മാരുടെ ചാർട്ടുകളിൽ എഴുതിയിട്ടുണ്ടാവും ജന്മബ്രാഹ്മണൻ തന്നെ കർമ്മം ചെയ്യണം എന്നാലേ ഇത് വിജയിക്കുകയുള്ളൂ. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഈ ജ്യോത്സ്യന്മാർ എന്ന് പറയുന്ന വിഭാഗം ഇവർ പഠിച്ചു വരുന്ന രീതിയുടെ വ്യത്യാസമാണ്. കാരണം അവരെ പഠിപ്പിക്കുന്ന ഗുരുനാഥൻ അല്ലെങ്കിൽ പഠിപ്പിച്ചു വരുന്ന ആചാര്യന്മാർ, അവർക്ക് കിട്ടിയ ഈ അറിവാണ് മറ്റുള്ളവരിലേക്ക് പകരുന്നത്. ഈ മറ്റുള്ളവരിലേക്ക് പകരുന്ന അറിവ് അവർ പിന്നീട് അത് തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു ചെയിൻ സിസ്റ്റം പോലെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ശരിക്കും നമ്മുടെ പൂർവ്വകാലത്തിൽ നമ്മളെപ്പോഴും പറയുന്നുണ്ട് ആർഷഭാരത സംസ്കാരം, അതായത് ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് അത്ര ഉത്കൃഷ്ടമായ ഒരു സംസ്കാരമാണ്, അങ്ങനെയാണ് കൊട്ടിഘോഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരിക്ക് ഈ ആർഷഭാരത സംസ്കാരത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ പൂർവികത്തിൽ ഇവിടെ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന ചാതുർവർണ്ണ വ്യവസ്ഥ ഉണ്ടായിരുന്ന ഒരു സംസ്കാരമാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെയാണ് ബ്രാഹ്മണ സംസ്കാരം, രണ്ടാമത് ക്ഷത്രിയ, മൂന്നാമത് വൈശ്യ, നാലാമത് ശൂദ്ര. അപ്പോൾ സംഭവിക്കുന്നത് പൂർവ്വകാലത്ത് ജാതി തിരിയുമ്പോൾ ദേവനെ പോറ്റുന്നവൻ പോറ്റിയെന്നും, അതായത് ദേവകർമ്മങ്ങൾ ചെയ്തിരുന്നവൻ, അതാണ് ദേവനെ പോറ്റുന്നവൻ. അപ്പോൾ ഈ മനുഷ്യക്കുലം തിരിഞ്ഞപ്പോൾ ഓരോ വിഭാഗത്തിനും ഓരോ ജോലി ഏൽപ്പിച്ചു കൊടുത്തു, ഭാരതത്തിൽ മാത്രം. അപ്പോൾ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ എല്ലാവർക്കും ദൈവസങ്കല്പം വേണം, കാരണം മനസ്സമാധാനം വേണം, നമ്മളെ രക്ഷിക്കാൻ ഒരാൾ വേണം, അതിനുവേണ്ടിയാണ് ദൈവസങ്കല്പം. അപ്പോൾ ഈ ദൈവസങ്കല്പം വന്നപ്പോൾ ദേവതാ സങ്കല്പത്തിന് പൂജ ചെയ്യുന്നവൻ അവനാണ് പോറ്റി, അതായത് ദേവനെ പോറ്റുന്നവൻ പോറ്റിയെന്നും മറ്റുള്ള രാജ്യരക്ഷ ചെയ്യുന്നവൻ അവൻ ക്ഷത്രിയനെന്നും, അങ്ങനെയാണ് കുലം തിരിയുന്നത്. അപ്പോൾ ക്ഷത്രിയ വംശവും പിന്നീട് ജനങ്ങൾക്ക് വേണ്ടി വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നവൻ അവൻ വൈശ്യനെന്നും, മറ്റുള്ളവരെല്ലാം വേണ്ടി സേവിക്കാൻ വേണ്ടി സേവന ജോലികൾ ചെയ്യുന്നവൻ അവനാണ് ദാസപ്പണി, അവരാണ് ശൂദ്രരെന്നും, അങ്ങനെയാണ് ചാതുർവർണ്ണം തിരിയുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ചാതുർവർണ്ണം എല്ലാം തിരിഞ്ഞ് വലിയ പ്രശ്നമില്ലാതെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ദേവപൂജ ചെയ്യുന്നവൻ അവൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ വേദമാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ വേദം എന്നാൽ അറിവാണ്, അതിനൊറ്റ വാക്കിലുള്ള അർത്ഥം അറിവ് എന്നാണ്. അപ്പോൾ ഈ അറിവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവനാണ് മറ്റുള്ള എല്ലാവരും എല്ലാം തിരിച്ചു കളഞ്ഞു. വേദം കൈകാര്യം ചെയ്യുന്നവർ അറിവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ തിരിക്കുന്ന വഴിക്കായി മറ്റുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ രാജ്യരക്ഷ ചെയ്യുന്ന രാജാവ് ക്ഷത്രിയ വംശം മുതൽ
വൈശ്യ ജോലി ചെയ്യുന്നവർ, ദാസപ്പണി ചെയ്യുന്നവർ, ഇവരെല്ലാം പിന്നെ ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് ഈ ദേവപൂജ ചെയ്യുന്നവനിലേക്ക് ഏറ്റവും ഉത്കൃഷ്ടനായിട്ട് അവൻ മാറുകയും അത് ബ്രാഹ്മണ്യമായി മാറുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ 3 വിഭാഗം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ദാസപ്പണി ചെയ്യുന്ന വിഭാഗം അവരാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വന്നത്. അപ്പം അവരിൽ തന്നെ ഒരു വിഭാഗത്തിനെ അടർത്തിയെടുത്ത് ശൂദ്ര വിഭാഗമായിട്ട് മാറ്റി. അങ്ങനെയാണ് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന് പറയുന്ന ഈ ചാതുർവർണ്ണത്തിൻ്റെ 10-1 അംശം മാത്രം ശൂദ്ര വിഭാഗമായിട്ട് തിരികെയും ബാക്കി 90% വിഭാഗങ്ങളെല്ലാം അവർണ വിഭാഗമായി മാറി. അതായത് ഈ പറഞ്ഞ വർണ്ണത്തിലൊന്നും പെട്ടില്ല, ഈ പറഞ്ഞ 4 വർണ്ണങ്ങളിലും പെടാതെ, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നുള്ള 4 വർണ്ണങ്ങളിലും പെടാതെ അവർണ വിഭാഗം എന്ന് പറയുന്ന വിഭാഗങ്ങൾ എന്ന് പറയുന്നത് എല്ലാം നായർ സമുദായം മുതൽ താഴേക്ക് വരുന്നവരാണ് അവർണ വിഭാഗങ്ങൾ. അപ്പോൾ ഈ പറയുന്ന സവർണ വിഭാഗം അല്ലെങ്കിൽ ചാതുർവർണ്ണം എന്ന് പറയുന്നത് നായർ മുതൽ മുകളിലേക്ക് ബ്രാഹ്മൺ എന്ന് പറയുന്നിടത്തേക്ക് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ സാമാന്യ ജനത്തിന് ഈ ഒരു അറിവൊന്നുമില്ല, അതൊക്കെ വിസ്മൃതിയിലേക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ താഴേക്ക് വരുന്നവരാണ് കുലം തിരിച്ച് ഓരോ ജോലി ചെയ്യുന്ന കുലത്തിലനുസരിച്ചാണ് ശരിക്ക് മറ്റുള്ള വിഭാഗങ്ങളെല്ലാം മാറ്റിക്കളഞ്ഞു. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ അവർണ വിഭാഗം എന്ന് പറയുന്നത്. അവരാണ് ശരിക്കും രാജ്യത്തിന് വേണ്ടിയുള്ള എല്ലാ പണികളും ചെയ്യുന്നത്. അപ്പോൾ ഓരോരോ ജോലി ചെയ്യാൻ വേണ്ടി, അത് ഇന്ത്യയിൽ മാത്രമാണ്. ഇവിടെ ഒരു വിദഗ്ധ തൊഴിലാളിയെ അന്വേഷിച്ച് വരുമ്പോൾ ഒരിക്കലും ആ ഒരു വിദഗ്ധ തൊഴിലാളി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാമത്തിലേക്ക് പോയാൽ മതി. ഇന്ത്യയുടെ ഒരു പ്രത്യേകതയാണ് അത്, ഭാരതത്തിൻ്റെ പ്രത്യേകത. കാരണം അവിടെ ആ കുലത്തിലെ ഉള്ളവർ മാത്രമേ ഈ ജോലി ചെയ്യുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ മാത്രം കണ്ടുവന്ന ഒരു സമ്പ്രദായമായിരുന്നു ഒരു കുലത്തിലെ വൈദഗ്ധ്യമുള്ള ഒരു വിഭാഗം ആളുകൾ ഒരു കുലത്തിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു ചെയ്തിരുന്നത്. അതായത് കൊല്ലപ്പണി ചെയ്യുന്നവർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഗ്രാമത്തിൽ ചെന്നാൽ എല്ലാവരും കൊല്ലപ്പണി ചെയ്യുന്നവരാണ്. അപ്പോൾ ആ നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിലേറ്റവും വൈദഗ്ധ്യമുള്ളവനെ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതേപോലെ ഓരോ വിഭാഗത്തിൽ കൃഷിപ്പണി ചെയ്യുന്നവരിൽ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വൈദഗ്ധ്യമുള്ളവരെ കിട്ടും. അങ്ങനെ ഈ ചാതുർവർണ്ണം തിരിഞ്ഞ് ഈ മുകളിലിരിക്കുന്ന ബ്രാഹ്മണ്യം എന്ന് പറയുന്നവർ തിരിച്ച തിരിയാണ് ഇന്ന് സംഭവിച്ചു പോയത്. അപ്പോൾ ജനത്തിന് സംഭവിച്ച ഒരു അപജയം എന്താണെന്ന് വെച്ചാൽ, പൂജാതി കർമ്മം ചെയ്യുന്നവനെല്ലാം അവനിലേക്ക് മാത്രം ഒതുങ്ങുകയും അവരിലേക്ക് മാത്രം ആ ഒരു രീതി വരികയും ചെയ്യുന്നതുകൊണ്ടാണ് മറ്റുള്ളവർക്കെല്ലാം ഭയഭക്തി ബഹുമാനത്തോടുകൂടി ബ്രാഹ്മണ്യത്തിന് ഇത്ര പ്രസക്തി വരാനുള്ളൊരു കാരണം. അതിൻ്റെ വേറൊരു വശം എന്താണെന്ന് വെച്ചാൽ, പണ്ട് കാലങ്ങളിൽ ഈ ബ്രാഹ്മണ്യം കൈകാര്യം ചെയ്യുന്നതെല്ലാം ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് തന്നെയാണ്. അതേപോലെ ഓത്തുപുരകൾ ഉണ്ടായിരുന്നു, അവിടെയാണ് കുട്ടികളെ വേദം പഠിപ്പിക്കുക. അപ്പോൾ ഈ വേദമെല്ലാം പഠിപ്പിക്കുന്ന സമയത്ത് വേദം ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന ശൂദ്രൻ്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതായത് ഇവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണപാനീയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുമ്പോൾ ഈ ശൂദ്രജാതിക്കാർ ഇവർ പറയുന്ന അറിവ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒളിഞ്ഞു നിന്ന് കേൾക്കും. അപ്പോൾ ആ അറിവ് പാസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ പകർന്നു പോയി കഴിഞ്ഞാൽ ഈ ചാതുർവർണ്ണത്തിൻ്റെ നടു ഒടിയും എന്നുള്ള ഭയം ഉള്ളത് കൊണ്ടാണ് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന ദാസനെ അപ്പം തന്നെ പിടിച്ചു കൊണ്ടുപോയി ഈയം ഉരുക്കി ചെവിയിൽ ഒഴിക്കും. അതോടുകൂടി ചെവി അടിച്ചു പോകും. അതായത് നമ്മുടെ സമ്പ്രദായമാണ്. അതായത് നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിൻ്റെ മഹനീയതയിലേക്കൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അറിവുകളാണ്. പൂർവിക അറിവുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഊറ്റം കൊള്ളുമ്പോൾ തോന്നുന്ന ഒരു അറിവാണ് ഈ പറഞ്ഞ കാര്യം. അപ്പോൾ ഇങ്ങനെയായിരുന്ന കാലഘട്ടത്തിലെല്ലാം സംഭവിച്ച ഒരു സംഭവമാണ് ഈ പറഞ്ഞ ബ്രാഹ്മണ്യം. അപ്പോൾ ബ്രാഹ്മണ്യത്തിൽ സംഭവിച്ചൊരു കാര്യം, ജന്മബ്രാഹ്മണൻ തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഫലിക്കില്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഒരു വിചിത്രമായൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പ്രോഗ്രാമെല്ലാം കടന്നു പോയപ്പോൾ ഒരു പാർട്ടി കോഴിക്കോട് നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അവർക്ക് ഒരു വലിയ മിടുക്കനായൊരു ജ്യോത്സ്യൻ ഒരുപാട് പ്രാവശ്യം ട്രൈ ആയിട്ടാണ് അങ്ങനെ കാണാൻ കിട്ടിയത്. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് വിദേശത്ത് പോകാനുള്ള തടസ്സം തീർക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അവിടെ ആളെ കണ്ടു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, ജന്മബ്രാഹ്മണൻ തന്നെ കർമ്മം ചെയ്യണം, അതും വിവാഹം കഴിക്കാത്ത ബ്രാഹ്മണ യുവാവായിരിക്കണം, ഏകദേശം 21 വയസ്സ് താണ്ടി പോകാൻ പാടില്ല, എന്നാലേ ഇത് ഫലിക്കുള്ളൂ. അത് കാലടി എന്ന് പറയുന്ന ദേശത്ത്, കാലടി എന്ന് പറഞ്ഞാൽ എൻ്റെ നാടിൻ്റെ അടുത്തുള്ള നാടാണ്, കാലടി എന്നുള്ള നാട്ടിൽ മാത്രം ഇങ്ങനെ വിവാഹം കഴിക്കാതെ കൃത്യമായിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഇല്ലമുള്ളൂ, അവിടുത്തെ ആൾ ചെയ്താൽ മാത്രമേ ഇത് ഫലിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ വളരെ പ്രതീക്ഷയോടുകൂടി അവിടെ പോയി കർമ്മം എല്ലാം ചെയ്തു. ഒരു പ്രാവശ്യത്തിന് പകരം 3 പ്രാവശ്യം ചെയ്തു, പക്ഷെ കർമ്മം ഫലിച്ചില്ല. അപ്പോൾ പിന്നെ ഈ ജന്മബ്രാഹ്മണൻ ചെയ്താലേ ഇത് ഫലിക്കുകയുള്ളൂ എന്ന് പറയുന്നതിൽ എന്താണ് ഒരു പ്രസക്തി ഉള്ളത്? അതിൻ്റെ ഒരു ഉദാഹരണം പറയുന്നത്, എൻ്റെ ഗുരുനാഥൻ ജന്മബ്രാഹ്മണനല്ലായിരുന്നു, കർമ്മബ്രാഹ്മണനായിരുന്നു. ഞാനും ജന്മബ്രാഹ്മണനല്ല, കർമ്മബ്രാഹ്മണനാണ്. പക്ഷെ നമ്മളുടെ അടുത്ത് ഇതേവരെ പൂജാ കർമ്മങ്ങളും ചെയ്തിട്ട് ഫെയിലായിട്ടില്ല. ഏതൊരു കർമ്മമാണ് നമുക്ക് ആരെ വേണമെങ്കിലും വെല്ലുവിളിക്കാം, ഏത് കർമ്മം വേണമെങ്കിലും വിജയിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കർമ്മങ്ങളെല്ലാം വിജയിപ്പിച്ചു കൊടുത്തത് ഈ പറയുന്ന ബ്രാഹ്മണ്യത്തിന് പ്രാധാന്യം ഉണ്ടെങ്കിൽ എങ്ങനെ ഇത് വിജയിച്ചു? നമ്മൾ വിളിക്കുമ്പോഴും മഹാവിഷ്ണുവും സുബ്രഹ്മണ്യനും മഹാഗണപതിയും ദുർഗയും മഹാദേവനും നാഗരാജാവും നാഗക്ഷേമയും അയ്യപ്പനും ആര് വേണമെങ്കിലും നമ്മൾ വിളിച്ചാലെല്ലാം വരുന്നുണ്ട്.
നമ്മളുടെ അടുത്ത് വന്നിരിക്കുന്ന ഭക്തർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യിക്കുമ്പോൾ, അതായത് ഡിപ്രഷനെല്ലാം ഞങ്ങൾ ഒത്തിരി മാറ്റി കൊടുത്തിട്ടുണ്ട്. 7 പ്രാവശ്യം എല്ലാം പൈങ്കുളം എന്നുള്ള ഒരു ആശുപത്രിയിലൊക്കെ പോയി ഒത്തിരി നാളൊക്കെ സെല്ലിലടച്ച ആളുകളൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ വാഹനം ഓടിച്ച് ഡ്രൈവറായിട്ട് നടക്കുന്നുണ്ട്. അതേപോലെ 6 വർഷമൊക്കെ ഇരുട്ടുമുറിയിൽ അടച്ച കുട്ടികളൊക്കെ നല്ല രീതിയിൽ വിവാഹം കഴിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന പൂജാതി കർമ്മം ജന്മബ്രാഹ്മണൻ ചെയ്താൽ മാത്രമേ ഫലിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ, നമ്മൾ ജന്മബ്രാഹ്മണനല്ലാത്ത ഞാൻ ചെയ്തപ്പോൾ ഇതെങ്ങനെ ഫലിച്ചു? അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇതിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം, എൻ്റെ ഗ്രാമത്തിൽ തന്നെ ഒരു പ്രാവശ്യം ഒരു പാർട്ടിക്ക് കാലിൽ ഇങ്ങനെ സോറിയാസിസ് ഒക്കെ വന്നിട്ട്, അപ്പോൾ അവരുടെ അമ്മയ്ക്കാണ് ഇത് സംഭവിച്ചത്. ഇദ്ദേഹം ഒരു എഞ്ചിനീയറാണ്, ഗവൺമെൻറ് എഞ്ചിനീയർ, ഭാര്യ ഹൈസ്കൂൾ ടീച്ചറാണ്. അത്രയും വിദ്യാഭ്യാസമുള്ളൊരു കുടുംബമാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ പോയി കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു കർമ്മം ചെയ്തു തരാം. അപ്പോൾ അവിടെ പല ജന്മബ്രാഹ്മണന്മാരും പല പ്രാവശ്യം തലകുത്തി മറിഞ്ഞ് പൂജയൊക്കെ ചെയ്താണ്, പക്ഷെ ഇത് ഫലിച്ചില്ല. അപ്പോൾ നമ്മളെക്കുറിച്ച് അറിഞ്ഞ് കേട്ട് കഴിഞ്ഞപ്പോൾ അവർ വന്നാണ്, ഒരു 6 കിലോമീറ്റർ ദൂരത്തു നിന്ന് വന്നു ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ എഞ്ചിനീയർക്ക് ഒരു നിഷ്കർഷ ഉണ്ടായിരുന്നു. അതായത് പൂജയ്ക്ക് ചെല്ലുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു നൂലെങ്കിലും ഇട്ടച്ച് വേണം ചെല്ലാൻ. ഈ പൂണൂലെന്ന് പറഞ്ഞ സാധനം ഇട്ടിട്ട് ചെന്നാൽ മാത്രമേ അമ്മ സമ്മതിക്കുള്ളൂ എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു നമ്മളുടെ ഗുരുനാഥൻ നൂല് എന്ന് പറഞ്ഞ സാധനത്തിന് എതിരായിരുന്നു. അപ്പോൾ അദ്ദേഹം പഠിപ്പിച്ച രീതിയാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് നൂലിടുക എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും സാധ്യമായൊരു കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പൂജ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ആൾ പറഞ്ഞു നൂലിടില്ല എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞെന്ന 2 നില വീടാണ്, താഴെ ചെയ്യേണ്ട മുകളിൽ ചെയ്താൽ മതി. കാരണം അവരുടെ വീട്ടിൽ ചെയ്യുമ്പോൾ ആരെങ്കിലും പെട്ടെന്ന് കയറി വരുമ്പോൾ ഈ നൂലില്ലാത്ത ആൾ ചെയ്യണ കാണുമ്പോൾ അവർക്ക് അങ്ങനെ തോന്നി ഇങ്ങനെ തോന്നുന്നു. അപ്പോൾ അതാണ് മനുഷ്യൻ്റെ ഒരു അറിവ്. അതായത് എഞ്ചിനീയറാണ്, ഗവൺമെൻറ് എഞ്ചിനീയർ, ഭാര്യ ഹൈസ്കൂൾ ടീച്ചർ. അപ്പോൾ ഇവർക്കൊക്കെ എന്തറിവാണ് ഇവർ നേടിയത്? ഈ സമൂഹത്തിൽ എന്തറിവാണ് നമ്മുടെ സമൂഹം പാസ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ തന്നെ നമ്മളിപ്പോഴും ജീവിക്കുന്നത്. അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞു നൂലിട്ടാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് വരാൻ പറ്റില്ല. നൂലില്ലാതെ ഞാൻ ഇത്രയും കാലം ചെയ്തിട്ട് നൂലില്ലാതെ തന്നെയാണ് കർമ്മം ചെയ്തത്. കർമ്മം ഒന്നും ഫെയിലായിട്ടുമില്ല. അപ്പോൾ പിന്നെ നൂല് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂലുള്ളവരെ കൊണ്ട് ചെയ്യാം. അപ്പോൾ പറഞ്ഞു നൂലുള്ളവർ വന്ന് പല പ്രാവശ്യം ചെയ്തിട്ട് വിജയിക്കുന്നില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ എന്ത് വിദ്യ പഠിച്ചത്? നിങ്ങളൊരു വിദ്യയും പഠിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഈ ബ്രാഹ്മണ്യത്തിൻ്റെ പേടി കാരണം കൊണ്ട് ചില കുലത്തിൽ ജനിച്ചവർ അവരുടെ പേര് വരെ മാറ്റിയിട്ട് അവർ ബ്രാഹ്മണൻ എന്നുള്ള രീതിയിലുള്ള പേര് വരെ സ്വീകരിച്ച് ജനങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും അതിൻ്റെ ഉത്തരവാദി ആരാണ്? ഈ ജനം തന്നെയാണ്. എൻ്റെ അടുത്തുള്ള ഒരു ആചാര്യം പറഞ്ഞിട്ടുണ്ട്, പേരൊന്ന് മാറ്റാം, പേരിൻ്റെ തുമ്പത്ത് വല്ല ശർമാന്നോ വർമാന്നോ ഇടാം. അപ്പോൾ ജനത്തിന് കുറേ കൂടി ഒരു ആധികാരികത വരും. അങ്ങനെ ചെയ്തുകൊണ്ട് പലപ്പോഴും ചോദിച്ചു. ഞാൻ പറഞ്ഞു നിലവിലുള്ള പേരിൽ ബോധ്യത്തോടുകൂടി വരുന്ന ബോധമുള്ളവൻ മാത്രം എൻ്റെ അടുത്ത് വന്നാൽ മതി. അല്ലാതെ ബോധമില്ലാത്ത ഒരാളും എൻ്റെ അടുത്ത് വരണ്ടെന്ന് തന്നെ ഞാൻ പറയാറ്. ബോധത്തോടുകൂടി, അതായത് ഈ പഠിച്ച് വിദ്യ നേടി എന്ന് പറയുന്നവൻ, പൂർണ്ണ വിദ്യ ഉള്ളവൻ മാത്രം എൻ്റെ അടുത്ത് വന്നാൽ, അല്ലാതെ വിവരം ഇല്ല എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡിഗ്രി എല്ലാം ഉണ്ട്, 5 ഡിഗ്രി ഉണ്ട്, 10 ഡിഗ്രി ഒക്കെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ സാമാന്യ ബോധം ഉൾക്കൊള്ളാൻ കഴിയില്ലാത്ത ഒരു മണ്ടനും എൻ്റെ അടുത്ത് വരണ്ട. കൂലിപ്പണിക്കാരനാണെങ്കിലും ധൈര്യമായിട്ട് വരാം. ഈ നൂല് എന്ന് പറയുന്ന സാധനം എൻ്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് നൂലെന്നാൽ ഊണൂലെന്നാണ് പുള്ളി പഠിപ്പിച്ചിരിക്കുന്നത്. കാരണം ഉറങ്ങ ഉണ്ണി ഉണ്ടാക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനം എന്ന് മാത്രമേ ഗുരു പഠിപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാനെല്ലാം ഈ നൂലിനെതിരെ തന്നെയുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നാലും നൂല് കണ്ടില്ല എന്നൊരു വെപ്രാളപ്പെട്ടുകൊണ്ടൊന്നും ആരും വരാനും നിൽക്കണ്ടെന്ന് തന്നെ എനിക്ക് പറയാനോ. പ്രണവം പൂർണ്ണമാകുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം. അപ്പോൾ ശരിക്കും ഐതിഹ്യങ്ങൾ ഒത്തിരിയുണ്ട്. എങ്കിൽ പോലും വിഷു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സമം, തുല്യം. അതെ, അതായത് വിഷുവിൻ്റെ അന്ന് ഈ ഇക്വിനോക്സ്, അസ്ട്രോളജിക്കലി ഇക്വിനോക്സ് എന്നൊരു പ്രതിഭാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരേ സമയത്ത് പകൽ സമയവും രാത്രി സമയവും തുല്യമായി, അതെ, 12 മണിക്കൂർ പകൽ, 12 മണിക്കൂർ രാത്രി. അപ്പോൾ കഴിഞ്ഞ 2012 2014 ഏപ്രിൽ 14 അന്ന് സൂര്യൻ ഇത്തിരി വൈകിയാണ് ഉദിച്ചത്. അപ്പോൾ അന്ന് മാത്രം ഏപ്രിൽ 15 ആക്കിയിരുന്നു, വിഷു ആക്കിയിരുന്നു. അതെ, പിറ്റേ ദിവസം കൃത്യം 6 മണിക്ക് തന്നെ സൂര്യൻ ഉദിക്കുകയും ചെയ്തു. അന്ന് വിഷു ആയിട്ട് നമ്മൾ ആഘോഷിക്കുകയും ചെയ്തു. അതെ, അപ്പോൾ അതാണ് വിഷുവിന്റെ മറ്റൊരു ഇനി ഇങ്ങോട്ടുള്ള ദിവസങ്ങൾ ഒരേ സമയത്തായിരിക്കും സൂര്യനും വിളവെടുപ്പ് കാലം കൂടിയാണ്. നന്നായി വിളവെടുപ്പുകൾ ഉണ്ടാകട്ടെ. എല്ലാവർക്കും, കർഷകർക്കും എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു വിഷു ആകട്ടെ, അല്ലേ? ഈ വർഷം വളരെ നന്നായിട്ട്, വളരെ സമ്പൽ സമൃദ്ധിയോടുകൂടി കടന്നു പോകട്ടെ. എല്ലാ ഐശ്വര്യങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്നും കൂടെ ആശംസിക്കുകയാണ്, അല്ലേ? ഏവർക്കും നന്ദി, നമസ്കാരം.